ഞാൻ ബോധേഡ് അല്ല ശരിക്കും. എനിക്കിപ്പം ഉയരെ ഞാൻ ചെയ്യുന്ന സമയം ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉയരെ ചെയ്യുന്ന സമയത്ത് അതില് ക്യാരക്ടർ ചെയ്യരുത് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അതിന് മുന്നേ ഇറങ്ങിയ എന്റെ ഒരു സൺഡേ ഹോളിഡേ ഒരു ഫാമിലി ഹിറ്റ് ആയിരുന്നു ആ സിനിമ. അതിനുശേഷം പോയി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ബോബി സഞ്ജയുടെ ആ സ്ക്രിപ്റ്റിൽ ആ സ്ക്രീൻ പ്ലേയിൽ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പം ഈ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട് നമ്മുടെ ക്രിയേറ്റീവ് പാട്ട് ചെയ്യുന്നവർക്ക്. ഈ സ്ക്രിപ്റ്റ് റൈറ്ററിന് നമ്മൾ കൊടുക്കുക, ഇപ്പൊ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇയാള് ഹീറോ ആണോ വില്ലൻ ആണോ എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഉണ്ടാവരുത്. അതെ, ആ സിനിമയിൽ നമ്മൾ ഒരിക്കലും പ്രിഡിക്റ്റബിൾ ആവരുത്. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. ഒരുപക്ഷെ ആ ഫ്രീഡം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത് സാറാണ്. സാർ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപക്ഷെ നായകൻ നായികയായിട്ട് ചുറ്റിപ്പാടുന്നത് ഇഷ്ടമല്ലാതെ ആയിട്ട് തന്നെ ക്യാരക്ടേഴ്സ് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങി സാർ. അതൊരു പക്ഷേ സാറിന്റെ വാല്യൂ കൂട്ടിയതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എങ്ങനെയാണ് അതിനെ സ്വയം